മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. ഏതു പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യമെത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ്. നിങ്ങളിലെ ദേഷ്യം ആളിക്കത്തുന്നത് അല്പസമയത്തേക്ക് മാത്രമായിരിക്കും. പക്ഷേ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും. നിങ്ങളുടെ മനസ്സമാധാനം, ആത്മാഭിമാനം, മൂല്യങ്ങൾ, ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതാണ് പക്വത. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ്. ഭക്തരെ, നിങ്ങളുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്കു വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. വിശ്വാസം ഒരു കണ്ണാടി പോലെയാണ്. ഒരിക്കൽ പൊട്ടിയാൽ അത് പഴയതുപോലെ ഒരിക്കലുമാകില്ല. ആരാണെങ്കിലും നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയോ പ്രവൃത്തിയിലൂടെ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ അതിലൊരിക്കലും തളരരുത്. കാരണം അവരുടെ യഥാർത്ഥ സ്വഭാവമാണ് അവർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അത് മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ, അല്ലാതെ അതോർത്ത് വിഷമിക്കാതിരിക്കുക. ഭക്തരെ, ഒരാളുടെ കഴിവിനെ പരിഹസിക്കരുത്. വിജയത്തിൽ അസൂയപ്പെടരുത്. അവരുടെ സങ്കടത്തിൽ സന്തോഷിക്കരുത്. സ്നേഹിച്ചില്ലെങ്കിലും കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുത്. എത്രമാത്രം സൗഹൃദമോ അടുത്ത ബന്ധമോ ആകട്ടെ, ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ വളർത്താൻ കഴിയുന്നത്. ചില വേദനകൾ അങ്ങനെയാണ്. മനസ്സിന് താങ്ങാനും കഴിയില്ല, ആരോടും പറയാനും പറ്റില്ല. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്ക് കഴിയും. അതുകൊണ്ടാണ് മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. ചില ആളുകൾക്ക് ജീവിതത്തിൽ നല്ല കാലം വരുമ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം കൂടി കടന്നു വരുന്നു. സ്നേഹിച്ചവരെ ഒന്നും ഓർമ്മ കാണില്ല. പകരം തന്നേക്കാൾ ഉയർന്നവരുമായി ബന്ധം സ്ഥാപിക്കാനാണ് ഇഷ്ടപ്പെടുക. പലപ്പോഴും തിരിച്ചറിവുകൾക്കു മേലുള്ള ചില തീരുമാനങ്ങളാണ് ജീവിതത്തിൻ്റെ താളം മുഴുവനായി തെറ്റിച്ചു കളയുന്നത്. ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തത് എല്ലാം മറന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തുവെക്കുക എന്നത് നമ്മുടെ മുൻകരുതലുമാണ്. ഭക്തരെ, സ്നേഹിക്കണം. സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല, ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. കാരണം അവരുടെ സമയമാകുമ്പോൾ അവർ തിളങ്ങുന്നു. ജീവിതം ആരുടെ മുന്നിലും തോൽക്കുവാനുള്ളതല്ല, വിജയിച്ച് കാണിക്കുവാനുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ വെറുക്കുന്ന ആളുകളുടെ മുന്നിൽ. ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്തവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും കൂട്ടിനുണ്ടാകുക ചിലപ്പോൾ
വേദനകൾ മാത്രമായിരിക്കും. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവൂ, അത് ദാനമായാലും സ്നേഹമായാലും. ഭക്തരെ, എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.